Hello guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മൈദയും മുട്ടയൊന്നും ചേർക്കാതെ ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അതും നമ്മൾ റവ വെച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇത് അടിപൊളി ടേസ്റ്റിയാണ്. അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 കപ്പ് റവ, ഒരു കപ്പോളം ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയെല്ലാം നല്ലോണം ഒന്ന് നൈസാക്കിയിട്ട് നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാക്കണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ബട്ടർ ആകുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടിയും അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാക്കണ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഇത് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബാറ്റർ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കണ്ടെത്തണം. പാത്രം നമ്മൾ ഇവിടെ ഇതാക്കണം. ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ 2 ഗ്ലാസ് ട്രേയും പിന്നെ ഒരു ഐസ്ക്രീം ബോളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നമ്മൾ സാധാ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല. ഒരു പാത്രമായാലും മതി. സ്റ്റീലും ഗ്ലാസ്സും എന്തായാലും കുഴപ്പമില്ല. അതിലൊക്കെ നമുക്ക് ഓയിലോ ബട്ടറോ നെയ്യോ എന്തോന്ന് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിലൊക്കെ തന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3/4 ഭാഗം മതി കേട്ടോ. നമ്മളെ ബൗളിൻ്റെ ഫുള്ളായാൽ ഇത് പൊങ്ങി വരാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വേണ്ട, ഒരു 3/4 ഭാഗം മതി. എന്നിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റീമറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റോളം ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ തൈര് എടുക്കുമ്പോഴും പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കുക. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അളവ് കുറയ്ക്കണം. നമുക്കിവിടെ പുളിയില്ലാത്ത തൈര് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാക്കണ സ്റ്റീമറിൽ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബൗളൊക്കെ അതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വെറും 15 മിനിറ്റ് മതി. വെറും 15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാക്കണ 15 മിനിറ്റിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ ഇത് പുറത്തെടുത്തിട്ടുള്ളത്. ബൗളിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ 2 കപ്പ് റവനെ കൊണ്ട് നമുക്കിവിടെ 4 കപ്പ് കേക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. റവ വെച്ചുള്ള കേക്കുകൾ അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് ഇതും. അപ്പോൾ അതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.